എന്താ ശശി ആ സമയത്ത്? അതൊക്കെ പിന്നെ പറയാം. മാസം 1400 രൂപ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ? ചോദിച്ചു കേട്ടില്ലേ? ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? പൗരബോധം, ധീരത, കർത്തവ്യബോധം. റബിഷ്. പൗരബോധം വിൽക്കാനല്ല ഞാൻ ഈ പത്രം നടത്തുന്നത്. ആയിരക്കണക്കിന് രൂപ മാസശമ്പളം കൊടുത്ത് എഡിറ്റർമാരെ റിപ്പോർട്ടർമാരെ ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഐ വാണ്ട് ന്യൂസ്. എനിക്ക് വേണ്ടത് വാർത്തകളാണ്, ഹോട്ട് ന്യൂസ്. ഭാഗ്യത്തിന് ഇന്നലെ രാത്രി നിനക്കൊരു കിഡ്നാപ്പിംഗ് ന്യൂസ് കിട്ടി. നശിപ്പിച്ചു കളഞ്ഞു. സർ, ഞാനിവിടെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മുടെ പത്രത്തിലല്ലേ അത് ഏറ്റവും നന്നായി കവർ ചെയ്തത്? നീ ഈ പത്രങ്ങൾ കണ്ടോ? ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാണ്. നമ്മുടെ പത്രത്തിൽ മാത്രം ഈ ന്യൂസ് വരുമായിരുന്നു. നീ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. പെട്രോൾ പങ്കിൽ വെച്ച് നീ പോൾ മാത്യുവിനെ തിരിച്ചറിഞ്ഞു. ഗുഡ്. അവരറിയാതെ നീ അവരെ ഫോളോ ചെയ്യണമായിരുന്നു. എവിടെയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നീ നേരെ ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോൾ മാത്യു എന്ന വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മുടെ പത്രത്തിൽ മാത്രം വരുമായിരുന്നു. സർ, ഞാൻ പോലീസിൽ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. പോൾ മാത്യു നിന്റെ ആരാ? തട്ടിക്കൊണ്ടു പോകുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതല പത്രക്കാർക്കല്ല. അതിനിവിടെ പോലീസുണ്ട്. അതും പോരെങ്കിൽ പട്ടാളമുണ്ട്. അവർ രക്ഷപ്പെടുത്തുകയോ ശവം കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തോളും. നമുക്ക് ആവശ്യം വാർത്തകളാണ്, പൗരബോധമല്ല. മനസ്സിലായോ? Yes, sir. പൊയ്ക്കോ.